2023 അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടിയ രശ്മിക മന്ദനെ നാഷണൽ ക്രിഞ്ചാക്കി മാറ്റിയ ഒരു സുകുമാർ അഴീക്കോട് പടമാണ് പുഷ്പ ദ റൈസ്. സ്റ്റാറിംഗ് അല്ലു അർജുൻ as പുഷ്പ, ദ നായകൻ വിത്ത് ഡാഡി ഇഷ്യൂസ്. Who's your daddy? Who's your daddy? I don't know. And Rashmika Mandapan as Srivalli, whose purpose in this film is നായകനെ കാണുമ്പോൾ സാരി അഴിക്കുക, സാരി വെച്ച് മീൻ പിടിക്കുക, സാരി അഴിക്കാൻ ഭാഗത്തിന് കൊടുക്കുക. ഷീ സൂപ്പർ ഹോണി ആൻഡ് ലിറ്ററലി നായകനെ കാണുമ്പോൾ മണപ്പിച്ച് നടക്കലാണ് ഇവളുടെ മെയിൻ. അപ്പോൾ പടം തുടങ്ങുന്നത് ചന്ദനമരം തക്കാളിയുടെ അടിയിൽ വെച്ച് കടത്താൻ നോക്കിയ പുഷ്പനെ പോലീസുകാർ പിടിക്കാൻ വേണ്ടി ഓടിക്കുമ്പോഴാണ്. പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം ഓരോ പോലീസുകാരനും 1 ലക്ഷം രൂപ വീതം കൊടുത്ത് പുഷ്പ കൂളായിട്ട് ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ഓർക്കും, സോ ബേസിക്കലി പുഷ്പ ഒരു മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഓപ്പർച്യൂണിറ്റി ആയ ചന്ദനമരം മുറിയായിരുന്നു പുഷ്പയുടെ പാഷൻ. അങ്ങനെ ആകാശത്തേക്ക് നോക്കാൻ കഴിവില്ലാത്ത പോലീസിനെ മുറിച്ച മരമല്ല ആകാശത്ത് തന്നെ കെട്ടി തൂക്കി പുഷ്പ മാസ് കാണിക്കും. പുഷ്പ പറഞ്ഞത് കേട്ട് ഈഗോ അടിച്ച പോലീസുകാരൻ ഒരു ലോഡ് പോലീസുകാരെ കൊണ്ടുവരും വിത്ത് ഗണ്ണ്. ഒരു ബീഡിക്കുറ്റിയുടെ വിലയെങ്കിലും അതിന് കൊടുക്കടേ. അങ്ങനെ ഹനുമാൻ ഗിയറിലിട്ട് പുഷ്പ ലോറങ്ങ് വിമാനമാക്കും. എന്നിട്ടൊരു പൊട്ടം കെട്ടിക്കൊണ്ട് ഡംപ് ചെയ്യും. എന്നിട്ട് ഈ മണ്ണുണ്ടും കിഴങ്ങേശ്വരന് ഒരു സൗണ്ടും കേൾക്കില്ല. ചുരുക്കി പറഞ്ഞ പോലീസ് ഏമാന് കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. ഇവൻ ബദിരന് മൂങ്ങനുമാണ്. കാലൊന്നും മാറ്റാൻ പറ്റില്ല, വേണേ കേറിയാ മതി. മൂന്നാം മുറയേക്കാത്തോണ്ട് പോലീസുകാരൻ പുഷ്പയുടെ വീക്ക്നെസ് കയറി അങ്ങ് പിടിക്കും. സോ പുഷ്പയുടെ വീക്ക്നെസ് എന്താന്ന് വെച്ചാല് സൺ ഓഫ് എന്ന് വെച്ചാൽ അറിയില്ലേ, അച്ഛന്റെ പേര് എഴുതണം സൺ ഓഫ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അച്ഛന്റെ പേര് കൊടുത്താൽ സ്വിച്ച് ഇട്ട പോലെ ഈ മരത്തലയും വന്ന് പുഷ്പനെ കളിയാക്കിട്ടെങ്ങ് പോകും. കേറി ഇറങ്ങി നടന്നെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീട്ടുപേര് ഇവരുടേതാകൂ. വീട്ടുപേര് നേരായ വഴിക്കുണ്ടാകുന്നവർക്കുള്ളതാ. അങ്ങനെ ഒരിടത്തും താഴത്തെ പുഷ്പയുടെ ഒരു തോള് അന്ന് ആദ്യമായിട്ട് താഴ്ന്നു. ഇനി നമുക്ക് നമ്മുടെ വില്ലന്മാരെ പരിചയപ്പെടാം. ജസ്റ്റ് നമ്പർ 1 ലോകനാഥൻ. ഇവൻ എപ്പോഴും പെണ്ണുങ്ങളില്ലാതെ പറ്റില്ല. ഏത് പെണ്ണിനും ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷെ ആദ്യ രാത്രി മാത്രം ലോകനാഥന്റെ കൂടെ ആയിരിക്കും. ജസ്റ്റ് നമ്പർ 2 ജഗന്നാഥൻ. ഇവനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. ജസ്റ്റ് നമ്പർ 3 സോമനാഥൻ. ജീവനേക്കാളും അയാൾക്ക് പകയാണ് പ്രധാനം. അതിനിടയിൽ അയാളുടെ ഒരു കൈ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കിഴങ്ങൻ. അങ്ങനെ പുഷ്പയുടെ മരം കടത്തൽ സ്കിൽസ് കണ്ടിട്ട് ഈ അണ്ണന്മാര് പുഷ്പനെ ടീമിലേക്ക് എടുക്കും. പുഷ്പയാണെങ്കിൽ ദിലീപേട്ടന്റെ റൺവേയുടെ DVD ഒക്കെ ഇട്ട് കണ്ട് മരം ചെക്ക് പോസ്റ്റ് എങ്ങനെ കടത്താന്നുള്ള വഴിയൊക്കെ പഠിക്കും. സാറിനെ പേടിച്ച് ഞാനിപ്പോ പഴയ പരിപാടിയൊക്കെ നിർത്തി പാലിന്റെ കച്ചവടം തുടങ്ങിയേക്കുവാ. പാല് തന്നെയാണ് സാർ. അങ്ങനെ ഒരു ദിവസം പുഷ്പ തന്റെ സ്വപ്നസുന്ദരിയെ കണ്ടുമുട്ടുന്നു. ശ്രീവള്ളിയാണ് ഈ നാട്ടിലെ ആസ്ഥാന കറവക്കാരിയും സുന്ദരിയും. നല്ല പശുംപാല് ധോണി കുടിച്ച് 6 അടിക്കുന്ന പശുംപാൽ. എന്നാൽ പുഷ്പനെ അവള് നോക്കുന്നു പോലുമില്ല. പക്ഷെ ട്രൂ ലവ് അഡിക്റ്റ് ആയ പുഷ്പ സ്നേഹം കാശ് കൊടുത്തു വാങ്ങും. 1000 രൂപയ്ക്ക് ചിരി, 5000 രൂപയ്ക്ക് ഉമ്മ, 10000 രൂപയ്ക്ക് ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ ബോംബെ അഹമ്മദാബാദിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരന്മാരെ
അങ്ങനെ ഉമ്മ കിട്ടാത്തതിന്റെ വിഷമത്തിൽ പുഷ്പ മരം വെട്ടി ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് വരുന്നുണ്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നു. അത് കേട്ടതും പുഷ്പ അവിടെയുള്ള തെർമോക്കോൾ മരങ്ങളെല്ലാം തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുക്കും. തെലുങ്ക് സിനിമയിൽ ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതങ്ങ് പോട്ടേന്ന് വെക്കാം. ചായയിൽ മിച്ചർ വീണതുപോലെ ഈ മരമൊക്കെ വെള്ളത്തിൽ ഒഴുകി അങ്ങ് നടക്കും. ഡാം ഓപ്പറേറ്റർക്ക് കുറച്ച് ചിക്കിലി കൊടുത്തിട്ട് ഒഴുകി വന്ന ചന്ദന മരമൊക്കെ അവർ തടഞ്ഞു നിർത്തും. ഓ അണ്ടവ എന്ന പാട്ട് പാടാമെന്ന് വളരെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഫീമെയിൽ വോയിസിലുള്ള പാട്ടാണ് അറിയുന്നത്. ട്രൈ ചെയ്യാൻ തെറ്റിനെ ക്ഷമിക്കുക. కొక్క 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 కడిదే కొరగొరమండు చూస్తారు, పొట్టి పొట్టి గౌనే వస్తే పట్టి పట్టి చూస్తారు. కొక్క కాదు గౌను కాదు కట్టిల్లోన ఏముంది, కళ్ళిల్లోనే అందా ఉంది మేమగబొత్తి వామరబొత్తి. ఓ అందమా మామ ఓ అందవా మామ. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കാശ് വീശി പുഷ്പ ശ്രീവള്ളീനെ അങ്ങ് മംഗലം കഴിക്കാൻ തീരുമാനിക്കും. ഗ്രാമത്തിൽ മുല്ലേരി വീട്ടിൽ ശ്രീമാൻ വേലായുധരാജിന്റെ ഇളയപുത്രൻ പുഷ്പരാജിന്റെയും ബട്ട് ആസ് യൂഷ്വൽ അച്ഛന്റെ പേര് പറഞ്ഞ അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് മണത്തറിയും ഈ മാമൻ. അവനോ അത് പറഞ്ഞു നടക്കാൻ ഒട്ടും നാണമില്ല. തള്ളയുണ്ടല്ലോ, അവർക്കെങ്കിലും ഇത്തിരി ഉളുപ്പ് വേണ്ടേ. അങ്ങനെ കശപശിയായി പുഷ്പയുടെ ഇടുകൊണ്ട് അമ്മ ഹോസ്പിറ്റലിലായി. പുഷ്പരാജ് അങ്ങനെ താഴത്തില്ലടാ. നമ്മുടെ പടത്തിൽ മറ്റൊരു വില്ലൻ കൂടിയുണ്ട്, മംഗല ശ്രീനു. ഇയാൾ ഇവരുടെ നിന്ന് നല്ല കമ്മീഷൻ അടിക്കുന്നതുകൊണ്ട് ഇനി ചരക്കൊക്കെ നേരിട്ട് ചെന്നൈ കൊണ്ടേ വിറ്റോളെന്ന് പുഷ്പ പറയും. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. ഇതിനൊരു പരിഹാരമായിട്ടാണ് മുസ്ലിം ഫോർ എക്സ്ട്രാ കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസ് വികസിപ്പിച്ചത്. മീൻവൈൽ ഈ കൂട്ടത്തില് ഒരു ഒറ്റുകാരനും കൂടി ഉണ്ടായിരുന്നു, ശ്രീവള്ളിയുടെ ഡാഡി. ഇയാളെ വിട്ട് കിട്ടണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണമെന്ന് ലോകനാഥൻ പറയും. ഈ സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂ വെച്ച് രാത്രി വാ. എനിവേ ഈ നാട്ടിൽ പോലീസും പട്ടാളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ തള്ള സ്വന്തം മോളെ വില്ലന്റെ കൂടെ കിടക്കാൻ വേണ്ടി പറഞ്ഞുവിടും. പക്ഷെ ശ്രീവള്ളി നേരെ പോയത് പുഷ്പയുടെ അടുത്തേക്കാണ്. ആൻഡ് ഷീ സേസ് ദിസ്. Stop it. Get some help. ഇഷ്ടമായോണ്ടാ ഞാൻ നോക്കി. ഫ്ലാഷ് ബാക്ക്. ഇത് കേട്ട് മനസ്സലിഞ്ഞ പുഷ്പസ്വാമി അവനെ പഞ്ഞിക്കിടും. ഇനി ഡാൻസ്. ഈ അപരാധമൊക്കെ കഴിഞ്ഞ് മറ്റവനെ പഞ്ഞിക്കിട്ടത് പുഷ്പയാണെന്ന് സോമനാഥൻ തിരിച്ചറിയുന്നു. പുഷ്പേനെ ജീവനോടെ കുഴിച്ചുവിടാൻ വേണ്ടി ഓർഡർ ഇടുന്നു. പക്ഷെ കട്ട ലാലേട്ടൻ ഫാനായ പുഷ്പ ബിഗ് ബ്രദറിലെ ഇരട്ടത്ത് കണ്ണാണാൻ കഴിയുന്ന സച്ചിനെ ധ്യാനിച്ച് കൊല്ലാൻ വരുന്നവരൊക്കെ മുഖം മൂടിയിട്ട് അടിച്ചോടിക്കും. ഫൈറ്റിന്റെ ഇടയിൽ സോമണൻ ചെറുതായിട്ടൊന്ന് വലിയാവും. എന്നിട്ട് പുഷ്പ നമ്മുടെ മംഗള ശ്രീനുവിന്റെ അളിയനങ്ങൾ തട്ടും. പോയാ പിന്നെ പോയതല്ല. ഇതിനുശേഷം കട്ട ലോക്കലായിരുന്ന പുഷ്പ നാഷണൽ ലോക്കലാവും. ഇത്രയും നാളായിട്ടും അനിയനെ കൊന്നതിന് പ്രതികാരം ചെയ്യാത്തതുകൊണ്ട് മംഗള ശ്രീനുവിന്റെ വൈഫ് ഭയങ്കര അപ്സെറ്റാണ്. തീർക്കാൻ ഇനി എതിരാളികൾ ഒന്നുമില്ലാതിരുന്ന സമയത്താണ് പുതിയൊരു അപരാധപ്പിറവി, സൈക്കോ ഷമ്മി 2.0. അങ്ങനെ പുഷ്പയുടെ ശ്രീവള്ളിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി ഷമ്മിയുടെ അടുത്ത് പുഷ്പ വരുന്നു വിത്ത് ഒരു ലോഡ്. പക്ഷെ ഷമ്മി കൺവിൻസ്ഡ് അല്ല. കല്യാണം വിളിച്ചപ്പോൾ സാറേ എന്ന് കൂട്ടിച്ചേർക്കാത്തതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് ഈഗോ അടിച്ചു. പക്ഷെ ചുണ്ടിൽ കൂള് വെച്ചിരുന്ന പുഷ്പ ഇതിനൊന്നും പ്രതികരിച്ചില്ല. ലാസ്റ്റ് ഷമ്മി പുഷ്പയുടെ വീക്ക്നെസ് കയറി പിടിച്ചു. ഹൂ ഇസ് യുവർ ഡാഡി? എത്ര വലിയ ശത്രുക്കളാണെങ്കിലും കണ്ടാൽ കടിച്ചു കയറാൻ നിൽക്കുന്നവരാണെങ്കിലും ഒരു കുപ്പിയുടെ പുറത്ത് എല്ലാ ആണെങ്കിലും സുഹൃത്തുക്കളാണെന്ന് കാണിച്ച ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആയിരുന്നു ഈ ഒരു സീൻ. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. അവിടെ കല്യാണത്തിന്റെ എല്ലാ തിരക്കും ആരംഭിച്ചു. പക്ഷേ കല്യാണ ചെറുക്കൻ ഈസ് മിസ്സിംഗ്. വേർ ഈസ് ഹി? ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. അങ്ങനെ പുഷ്പയുടെ അണ്ടർവെയർ ചലഞ്ച് ഏറ്റെടുത്ത് ഷമ്മി നേരെ സ്റ്റേഷനിലേക്കും പുഷ്പ നേരെ കല്യാണ മണ്ഡപത്തിലേക്കും. ഇതുവരെ നമ്മൾ കണ്ടതിലും ഡോസ് കൂടിയ ഐറ്റമാണ് ഇനി പാർട്ട് 2 വരാൻ പോകുന്നത്.